ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ ചിപ്പി നമ്മുടെ ഇഷിതനെ അമ്മ എന്ന് വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും രജനയും അതുപോലെ തന്നെ ആകാശം ഉറപ്പിക്കുകയാണ്. അപ്പോൾ മഹേഷ് കെട്ടാൻ പോണത് നമ്മുടെ ഇഷിതനെ തന്നെയാണെന്നുള്ള സത്യം. രജന അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ എഴുന്നേക്കുവാട്ടോ. വെള്ളം അടിച്ച് രജന നേരെ പോണത് ഇഷിതയുടെ അടുത്തേക്കാണ്. രജന, താൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ഇഷിത ചോദിക്കുമ്പോഴേക്കും രജന പെട്ടെന്ന് തന്നെ ഇഷിതയുടെ കഴുത്തിനെ കയറി പിടിക്കുകയാണ്. നിൻ്റെ വിവാഹം ഉണ്ടല്ലോ, മഹേഷായിട്ടുള്ള വിവാഹം, അതൊരിക്കലും നടക്കില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയുടെ കഴുത്തിന് ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. ഇഷിതക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇഷിത എങ്ങനെയെങ്കിലൊക്കെ രജനെ പിടിച്ച് തള്ളി മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് മൃണാളിനെ കാണണമെന്ന് ആലോചിച്ചത്. അങ്ങനെ മൃണാളിനെ വിളിച്ച സ്ഥലത്തേക്ക് ഇഷിത പോകുന്നുണ്ട്. മൃണാളിനെയാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ ഇഷിതയെടുത്ത് സംസാരിക്കുന്നത്. അതായത് കോമയെ കിടക്കുന്ന ആ പെണ്ണുണ്ടല്ലോ ആതിര, ആ കുട്ടീനെ എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇഷിതയെടുത്ത് പറയുകയാണ്. അത് കേൾക്കുന്ന ഇഷിത അവിടെ കിടന്ന വലിയൊരു വടി എടുത്തിട്ട് നമ്മുടെ മൃണാളിൻ്റെ തല അടിച്ച് പൊട്ടിക്കുക കേട്ടോ. തലയിൽ അടിപെട്ട അവർ നേരെ വന്നത് രചനടുത്തേക്കാണ്. നടന്ന സംഭവങ്ങളൊക്കെ രചനയെടുത്ത് പറയുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ അടുത്ത് സ്വപ്നവലി പറയുന്നുണ്ട് വിനോദിനെ മാരേജ് വിളിക്കുന്ന കാര്യം. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അവൻ വന്നോട്ടെ, കല്യാണം കണ്ടോട്ടെ, എനിക്കൊരു എതിർപ്പുമില്ലെന്ന് പറയാണ്. അങ്ങനെ വിനോദിനെ മാരേജ് വിളിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.